കോവിഷീൽഡ് എന്നുള്ള കോവിഡ് വാക്സിൻ എടുത്തവരിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാമെന്ന് കോവിഷീൽഡ് കണ്ടുപിടിച്ച ആസ്ട്രാസെനക തന്നെ UK കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. പല ആളുകളാണ് ഭയപ്പെട്ട് മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും. അവരെല്ലാം 2 വർഷം മുമ്പ് കോവിഷീൽഡ് എടുത്തവരാണ്. പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നിങ്ങളിത് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുക. പല കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് എവിടെയാണ് സംഭവിച്ചത്? അതായത് UK 53 ആളുകളാണ് കോവിഷീൽഡിനെതിരെ കേസ് കൊടുത്തത്. അപ്പോൾ അവിടെയാണ് ഈ ആസ്ട്രാസെനക എന്നുള്ളൊരു കമ്പനി അവരുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വാക്സിൻ എടുത്താൽ ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി. അതാണിപ്പോൾ വാർത്തകളിൽ വന്നിരിക്കുന്നത്. പക്ഷേ എത്ര ശതമാനമാണ് എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അതായത് 1 മില്യൺ ആളുകളിൽ 3 പേർക്കാണ് ഇങ്ങനെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഉടനെ ഉണ്ടാവുമോ? അതാണ് പല പത്രമാധ്യമങ്ങളും ഒളിച്ചു വെക്കുന്ന ഒരു കാര്യം. അവരാരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ ഒരു കോംപ്ലിക്കേഷൻ എല്ലാം ഉണ്ടാവുന്നത് ആദ്യത്തെ 1.5 മാസത്തിനകത്താണ് എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്തത്. ആദ്യത്തെ 1.5 മാസത്തിൻ്റെ അകത്ത് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതും കൂടെ മനസ്സിലാവുക. കോവിഡ് എന്നുള്ളൊരു വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി അതിനെ ഒരു എനിമിയായിട്ട് കണ്ട് അതിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. ഈ കോവിഡ് വൈറസിന് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ പ്രതിരോധം അതിനോട്ട് ഇറങ്ങുകയും കൂടുതൽ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാകുകയും ധാരാളം ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ശരീരത്തിലോട്ട് ഇറങ്ങുകയും ശരീരത്തിൽ പല ഭാഗത്തും ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാകും. 3 ആളുകൾ മരണപ്പെടുന്ന സമയത്ത് ഒരാൾ മരണപ്പെട്ടത് രക്തക്കുഴലുകൾ ബ്ലോക്ക് ഉണ്ടായിട്ടാണ്. എൻ്റെ പഴയ വീഡിയോകളിൽ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോവിഡിൽ മരണമുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതുപോലുള്ള ഹൈ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടായിട്ട് പല ഭാഗത്തും ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ടാണ് കോവിഡിൽ മരണമുണ്ടായത് ഒരു കാരണം. അങ്ങനെ പല ആളുകളും മരണപ്പെട്ടത് ഈ രീതിയിലാണ്. കോവിഡിൻ്റെ വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവീര്യമാക്കിയിട്ടുള്ള ഒരു ഭാഗം എടുത്ത് അത് ശരീരത്തിലോട്ട് കുത്തിവയ്ക്കുകയാണ്. പ്രത്യേകിച്ചും ആസ്ട്രാസെനക എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ വാക്സിനാണ്. ഈ വെക്റ്റർ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് മിക്ക ആളുകളിലും ഈ ഒരു കോവിഡിനെതിരെയുള്ള പ്രതിരോധ ശക്തി ഉണ്ടാകുകയും ഭാവിയിൽ കോവിഡ് വന്നാൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ വന്നു പോവുകയും ചെയ്യും. കാരണം ഓൾറെഡി കുറച്ച് ഇമ്മ്യൂണിറ്റി ശരീരത്തിലുള്ളത് കൊണ്ട് വളരെ ശക്തമല്ലാത്ത രീതിയിൽ ഈ അസുഖം വന്നു പോകും. അതിനാണ് നമ്മൾ വാക്സിൻ നൽകിയത്. പക്ഷേ ചില ആളുകളിൽ ഈ ഇമ്മ്യൂൺ റിയാക്ഷൻ വളരെ കടുത്തതായിട്ടുണ്ട്. അതായത് കോവിഡിൻ്റെ ഒരു ഭാഗം നിർവീര്യമാക്കിയ ഒരു സാധനമാണ് ഇറക്കിയെങ്കിൽ പോലും ചില ആളുകൾ എന്ത് സംഭവിച്ചു? ഇത് ഹൈ ഇമ്മ്യൂൺ റിയാക്ഷൻ ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ 1 മില്യണിൽ 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് മാക്സിമം ഇതുവരെ കണ്ടിരുന്നത്. പല പഠനങ്ങളിലും പറഞ്ഞിരിക്കുന്നത് 3 to 4 ആണ്. ഇത് 2022, 2023 പഠനങ്ങളിലെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. പല പഠനങ്ങളിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ അവർ സത്യവാങ്മൂലമായിട്ട് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ 2 വർഷമായി ഈ വാക്സിൻ എടുത്തതിന് ശേഷം ഒരു കാരണവശാലും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ബ്ലഡ് ക്ലോട്ടൊന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1.5 മാസം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലോട്ടിൻ്റെ കണക്കാണ് അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വാക്സിൻ എടുത്തതിന് ശേഷം 2 വർഷത്തിൽ കൂടുതലായി. നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കൃത്യമായിട്ടുള്ളൊരു ജീവിതശൈലി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുക, നല്ലവണ്ണം ഉറങ്ങുക, മാനസിക സമ്മർദ്ദം മാക്സിമം കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ വ്യായാമം 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല എണ്ണ കുറവുള്ള, കൊഴുപ്പ് കുറവുള്ള ആഹാരങ്ങൾ കഴിക്കുക. കൊഴുപ്പെന്ന് പറയുമ്പോൾ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് കുറവുള്ള ആഹാരം കഴിക്കുക. ഈ രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള മരണങ്ങൾ തടയാനായിട്ട് പറ്റും. D-ഡൈമർ എന്നുള്ള ടെസ്റ്റ് ചെയ്താൽ ഇതുപോലെ ക്ലോട്ട് ഉണ്ടോ എന്ന് തിരിച്ചറിയാവോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ഈ D-ഡൈമർ എന്നുള്ള ടെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ലക്ഷണമുണ്ട്, പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ കാലിലൊരു നീരുണ്ടാവുന്നു, അങ്ങനെ ഒരു ലക്ഷണമുണ്ടെങ്കിലാണ് നമ്മൾ അതിനനുസരിച്ചാണ് D-ഡൈമർ ടെസ്റ്റ് ചെയ്യേണ്ടത്. വെറുതെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. അതായത് D-ഡൈമർ നോർമലാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും ക്ലോട്ട് ഇല്ല എന്നും പറയാൻ പറ്റില്ല. D-ഡൈമർ കൂടി എന്ന് പറഞ്ഞ് ക്ലോട്ട് ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല. അപ്പോൾ അതും മനസ്സിലാക്കിയിരിക്കുക. ധാരാളം ആളുകളാണ് പേടിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടർന്ന് ജീവിക്കാനായിട്ട് നോക്കുക. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇനിയും കൂടുതൽ ഭയപ്പെടുത്താനുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും വീഴാതിരിക്കുക. കോവിഡ് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്ത സമയത്ത് അതിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ടാണ് മിക്ക രാജ്യങ്ങളിലും നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കാനായിട്ട് പറഞ്ഞത്. അത് സ്പീഡ് കുറയ്ക്കാനും പറ്റി, നമുക്ക് ആ ഒരു സാധനത്തിനെ കൺട്രോൾ ചെയ്യാനും പറ്റി.
അപ്പോൾ അതുകൊണ്ട് ഇനി അമിതമായി പേടിച്ച് അതിനെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ട് പല അസുഖങ്ങളും വരുത്താതിരിക്കുക. ധൈര്യമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.